10 രൂപ. നല്ല പരിപാടിയാണല്ലേ? ഇവിടെ നല്ല ഫുഡാണ്. ഇത് ഇവിടെ ഉക്കടത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ ഹോട്ടൽ തലശ്ശേരി ഹോട്ടൽ നല്ലതാണ്. ഹലോ, വണക്കം കോയമ്പത്തൂർ ആൻഡ് മലയാളീസ്. എല്ലാവർക്കും സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. നല്ല തിരക്കാണ് കോയമ്പത്തൂർ. അവിടെ ഉക്കടം എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്കാണ്. പേര് കണ്ട് കൗതുകത്തിന് കയറിയാണ്. ഇവിടുത്തെ ഏറ്റവും മികച്ച ഹോട്ടലാണ്. ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ചേട്ടാ, ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ നല്ല ഫുഡാണ്. ഞാൻ സ്ഥിരമായിട്ട് ആ തലശ്ശേരിയുള്ള നാമത്തിനോടുള്ള താല്പര്യം ഉണ്ടല്ലോ. തലശ്ശേരിക്കാർ പൊതുവെ നല്ല ഫുഡിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നത്. അപ്പോൾ ആ പേരാണ് നമ്മൾ ആകർഷിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് കഴിച്ചു, ഇഷ്ടപ്പെട്ട് ഏകദേശം 2 ദിവസം കൂടുമ്പോൾ ഒരിക്കലും വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? ഇവിടെ എന്താ പഠിക്കാനോ? ഇടയ്ക്ക് വരാറുണ്ടോ? ഇവിടെ വരാറുള്ളൂ. ഇവിടെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? 10 രൂപ. നല്ല പരിപാടിയാണല്ലേ? ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് ഫുഡ്? ഏതാ ഫേവറേറ്റ് ഫുഡ് ഇവിടുത്തെ? ഇഷ്ടമാണ്. ഫുഡ് എപ്പടി ഇருக்கு? நல்லா இருக்கு. அப்படி ஏதா ஃபேவரட் ஃபுட் ஏதா இங்க? ചിക്കൻ ബീഫും പൊറോട്ടയും. அப்படியா? ഫുഡാണ് അടിപൊളി ഫുഡാണ്. നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഇവിടെ തന്നെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഉക്കടം വരുന്ന സമയത്തും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഫുഡ് നല്ല ഫുഡല്ലേ? കണ്ണൂരിലാണോ? ആ, കണ്ണൂർ തന്നെ. ഫുഡ് അടിപൊളി ഫുഡ്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് ഇവിടെ? ആ, നാട്ടിലെ ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴും ഇവിടെ വന്നാൽ ഇവിടെ തന്നെ കഴിക്കല്. കേരളത്തിന്റെ തനതായ പുട്ടും മീൻകറിയാണ് കഴിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണം? ഇവിടെ നല്ല ഫുഡാണ്. ഇത് ഇവിടെ ഉക്കടത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ ഹോട്ടൽ തലശ്ശേരി ഹോട്ടൽ നല്ലതാണ്. ആണല്ലേ? സ്ഥിരമായിട്ട് വരാറുണ്ടോ? ഓ, റെഗുലറായിട്ട്. അപ്പോൾ നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഇവിടെ സജീവേട്ടനുണ്ട്. നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കും. സജീവേട്ടൻ, നമ്മൾ എത്ര വർഷമായി ഇവിടെ? 7 വർഷത്തോളം. 7 വർഷമായിട്ട് കോയമ്പത്തൂർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? കോയമ്പത്തൂർ വേറെ എവിടെ ഇല്ല. തമിഴ്നാട്ടിൽ ചെന്നൈയിലുണ്ട് ഒരു ബ്രാഞ്ച്. ചെന്നൈയിലുണ്ട്. മെയിനായിട്ട് നമ്മുടെ ബാംഗ്ലൂരാണ്. ഒരു 10-20ഓളം ബ്രാഞ്ചുകൾ അവിടെ. കേരളത്തിൽ ഉണ്ടോ? കേരളത്തിലില്ല. കേരളത്തിൽ തലശ്ശേരിയുടെ പേര് വെച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല? ബിസിനസ് പൊതുവെ കുറവും കുറച്ചുകൂടി ഡെവലപ്പ് വേറെയുള്ള സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് ഓക്കെ, നമ്മുടെ ഫുഡ് എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ഐറ്റംസ്? നമ്മൾ കേരള ഫുഡ് തന്നെയാണ്. പിന്നെ അറബിക് ഉണ്ട്, തന്തൂരി ഉണ്ട്, ഇന്ത്യൻ, ചൈനീസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള പുട്ട്, ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ ദോശ, ഇഡ്ഡലി, പുട്ട്, വെള്ളയപ്പം, ഇടിയപ്പം, പിന്നെ നൈസ് പത്തിരി, പൊറോട്ട, ചപ്പാത്തി. നമ്മുടെ ആ മലബാർ ഏരിയയിലെ ആ സാധനങ്ങളൊക്കെ അല്ലേ? പിന്നെ അതുപോലെ ബീഫ് അല്ലേ? ബീഫൊക്കെ രാവിലെ 9 മണിയൊക്കെ ആവും. ചില സമയം ബീഫ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വന്നാൽ നേരത്തെ ഉണ്ടാവും. ഓ, അത് ശരി. റെഡി ആയിട്ടുണ്ട്. ബീഫ് റോസ്റ്റ്, ബീഫ് കറി അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ബിരിയാണി ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഈ സാധാരണ തലശ്ശേരി എന്നൊക്കെ വെച്ചിരുമ്പോൾ തലശ്ശേരി ബിരിയാണി ഭയങ്കര ഫെമിലിയർ ആണല്ലോ. നമുക്ക് എന്തൊക്കെ ടൈപ്പ് ബിരിയാണി ഉള്ളത്? നമ്മുടെ തലശ്ശേരി ബിരിയാണിയാണ് മെയിനായിട്ട്. ചിക്കൻ ബിരിയാണി അതാണ് നമ്മളെ മെയിൻ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ള മെയിൻ ഐറ്റമാണ് ചിക്കൻ ബിരിയാണി. ചിക്കനും ബീഫും രണ്ടും അല്ലേ? ബീഫുണ്ട്, പ്രോൺസ്, ഫിഷ് എല്ലാം കൊടുക്കുന്നത്. പക്ഷേ മെയിനായിട്ട് ചിക്കനും ബീഫാണ് കൂടുതൽ. ചേട്ടാ, നമ്മളിപ്പോൾ സാധാരണ ഈ തമിഴ് ആൾക്കാർ വരുമ്പോഴേ അവർ ഏറ്റവും കൂടുതൽ ഇവിടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മളെ കേരള ഫുഡിൽ തമിഴ്നാട്ടിൽ ആൾക്കാർ ഈ നമ്മുടെ തലശ്ശേരി ബിരിയാണിയാണ് അല്ലേ? അവർ പ്രത്യേകം ചോദിച്ചു വരും. കാരണം ഇവിടുത്തെ ബിരിയാണി ഇല്ലാതെ നമ്മളെ വൈറ്റ് കളറിൽ ബിരിയാണി ഉണ്ടോന്ന് വെച്ചിട്ടാണ് നമ്മളെ തലശ്ശേരി. വൈറ്റ്. ഇവിടുത്തെ മിക്സ് ആയിട്ട് റെഡ് കളറിൽ മറ്റേ മസാല. നമ്മുടെ നാട്ടിലുള്ള ചെറിയ മറ്റേ എന്താ പറയുക കൈമ റൈസ് കൊണ്ടുള്ള ആ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുപാട്. അതൊന്ന് ചോദിച്ചോണ്ട് വരും. പിന്നെ പൊറോട്ട, പിന്നെ അറബിക് ഐറ്റംസ്, അൽഫാം, ഷവർമ,
നമ്മുടെ ഉക്കടം കറക്റ്റ് ജംഗ്ഷൻ അല്ലേ ഇത് നമ്മൾ ശരിക്കും കോയമ്പത്തൂർ എനിക്കൊന്ന് വേറെ മലയാളി ഹോട്ടലുകൾ ഇല്ലല്ലോ മീൻസ് അതായത് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. അപ്പം നമ്മൾ ഈ കോയമ്പത്തൂർ വരികയാണെങ്കിൽ ടൗണിൽ വരികയാണെങ്കിൽ ഉക്കടത്താണ് നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉള്ളത്. കൂടുതൽ പറയണ്ടല്ലോ, നമുക്ക് അതെ അതെ കറക്റ്റ് ഒത്ത നടുക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഭക്ഷണത്തിലേക്കൊക്കെ പോവാം, അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പം നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിലെ വിഭവങ്ങളൊക്കെ എത്തി. എല്ലാ വിഭവങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കിപ്പോൾ എത്തിയേക്കുന്നത് നമ്മുടെ നാടൻ പുട്ടുണ്ട്, പൊറോട്ടയുണ്ട്, ബീഫുണ്ട്, മത്തിക്കറിയുണ്ട്, അയിലക്കറിയുണ്ട്, ചിക്കൻ ഇഷ്ടമുണ്ട്. അങ്ങനെ അടിപൊളിയാണ്. ആദ്യം തന്നെ നമ്മുടെ ഒരു എങ്ങനെയുണ്ട് നമ്മുടെ കേരളത്തിലെ തനതായ ടേസ്റ്റ്. ചെറിയൊരു പുട്ട് എടുത്തോട്ടെ. പുട്ട് ഒരു ഇച്ചിരി അയിലക്കറി, കൊള്ളാലോ, നല്ല നാടൻ കറി. അയില പീസ്, അതിൻ്റെ പീസൊക്കെ ഉണ്ട്, നല്ല വലുപ്പമുള്ള പീസാണ്. കൊള്ളാം, അടിപൊളി. ഹലോ, അപ്പം കേരള തനിമയാർന്ന കേരള ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല അടിപൊളി പുട്ട്, മീൻകറി, അയിലക്കറി പറയാതിരിക്കാൻ വയ്യ. നല്ല തേങ്ങ അരച്ചിട്ടുള്ള നല്ല അയിലക്കറി, പിന്നെ ബീഫ് എടുത്തു പറയേണ്ട സാധനമാണ്. അടിപൊളി, നല്ല നല്ല ടേസ്റ്റിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് എന്നുള്ളത് നമുക്ക് അത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. എന്തായാലും സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ കോയമ്പത്തൂർ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഉക്കടം ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഹോട്ടൽ. കേരള ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് കേരള സ്റ്റൈൽ ബിരിയാണിയോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പുട്ട്, അപ്പം, പൊറോട്ട പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടയാണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു രുചിയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണും. അതുവരെ ബൈ ബൈ. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചാൽ. ടാറ്റാ. Thank you.